ഇന്ന് ഞാൻ ആട്ടപ്പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളിത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളത്തിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടിൻ്റെ അകത്തേക്ക് നമുക്ക് നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് മാത്രം മതിയാവും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അധികം ടൈറ്റ് വേണ്ട കേട്ടോ, കുറച്ച് ലൂസ് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുഴക്കുന്നേരം ശ്രദ്ധിക്കുക, വെള്ളം അധികം ആയി പോകരുത്, അതുപോലെ തന്നെ വെള്ളം ഇല്ലാതെ ഇരിക്കുകയും ചെയ്യരുത് കേട്ടോ. നമുക്ക് ചപ്പാത്തിൻ്റെ പരുവത്തിലല്ല വേണ്ടത്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ശർക്കര പാനി ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് മതിയാവൂ. ശർക്കര പാനി ഞാനിവിടെ 2 അച്ച് മാത്രമാണ് എടുത്തത്. അതൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഞാൻ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാനൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. തേങ്ങ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ശർക്കര പാനി ഞാൻ 2 അച്ച് ശർക്കരൻ്റെ പാനി മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 2 അച്ച് ശർക്കര എടുത്തോ. മധുരം കുറവാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു അച്ച് ശർക്കര മാത്രം മതിയാവും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരണേ. ഇത് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ശർക്കര പാനിയിലെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൽ കിടന്നിട്ട് തേങ്ങ ഒന്ന് വെന്ത് വരണം കേട്ടോ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ അത്യാവശ്യം ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണേ. ചൂടാറിയാലും കണ്ടില്ലേ, ഇതിലെ വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു വാഴയില ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ മാവ് ഒന്ന് കോരി ഒഴിക്കുക. ഇതിലേക്ക് 2 തവി മാത്രമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നല്ലോണം തന്നെ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് പരത്തി കൊടുക്കുക. ഞാനിപ്പോൾ കൈൻ്റെ അടി ഒന്ന് നനച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് പരന്ന് കിട്ടും. ഇനി ഇതേപോലെ ഒന്ന് ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഈ ഒരു തേങ്ങാൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നിരത്തി ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്നത് വരെ നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കട്ടോ. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു മുഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെന്നുള്ളൂ. ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ പറ്റിയില്ലെങ്കിൽ സാധാരണ അട പോലെ ആക്കിയെടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം.
ആദ്യം ചെയ്തതുപോലെ തന്നെ മാവ് പരത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തേങ്ങ മിക്സ് വെച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കട്ടോ. ഇത് മുഴുവനായിട്ടൊന്നും ഞാൻ ഇതേപോലെ ചെയ്യുന്നില്ല. പകുതി ഞാൻ അടവലാക്കി പകുതി ഇതേപോലെ ചെയ്തെടുത്തിട്ടാ. ഒരു കൗതുകം തോന്നി, അതുകൊണ്ടാണ് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ആവിച്ചെമ്പിലൊന്ന് വേവിച്ചെടുക്കാം നല്ലോണം തന്നെ. അപ്പോൾ ഇതാ നമ്മളെ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയിൽ കാണാം.